പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കാൻ ദൈവമായ കർത്താവ് ഒരുക്കി തന്ന വിലയേറിയ അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 11-13 വാക്യങ്ങളാണ്. ആ വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. 13-ാമത്തെ വാക്യം, അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ച് നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, നാം ഒരുമിച്ച് ഇന്ന് ദൈവത്തിന്റെ വചനം ചിന്തിക്കാൻ പോകുന്നത് കർത്താവിന്റെ സർവായുധവർഗം ആത്മീക പോരാട്ടത്തിൽ നാം ധരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ്. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 10 മുതൽ 20 വരെയുള്ള വേദഭാഗങ്ങളാണ് നാം തുടർച്ചയായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് ചില വീഡിയോകൾ നാം ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ചെയ്തിരുന്നു. 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ നിന്ന് ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ. കർത്താവിന്റെ അമിതബലത്തിൽ ശക്തിപ്പെടേണ്ടതിന്റെ ആവശ്യകത എന്താണ് എന്ന് ആദ്യത്തെ വീഡിയോയിൽ നാം പറഞ്ഞു. രണ്ടാമത്തെ വീഡിയോയിൽ എങ്ങനെ ദൈവശക്തി നമുക്ക് പ്രാപിച്ചെടുക്കാൻ കഴിയും, ഈ വിഷയമാണ് സംസാരിച്ചത്. 3-ാമത്തെ വീഡിയോ നാം സംസാരിച്ചത് പോരാട്ടത്തിൽ അല്ലെങ്കിൽ ഈ ആത്മിക പോരാട്ടത്തിൽ മനുഷ്യരല്ല നമ്മുടെ ശത്രുക്കൾ, നമ്മുടെ എതിരാളികൾ ജഡരക്തങ്ങളല്ല എന്ന ദൈവത്തിന്റെ വെളിപ്പാടാണ് നമ്മൾ സംസാരിച്ചത്. ഏറ്റവും അവസാനം പുറത്തിറക്കിയ വീഡിയോ യഥാർത്ഥ എതിരാളി ആരാണെന്നും ആ എതിരാളിയുടെ തന്ത്രങ്ങൾ, യുദ്ധതന്ത്രങ്ങൾ എന്തൊക്കെയാണെന്നുമാണ് നാം സംസാരിച്ചത്. പിശാചാണ്, അവന്റെ ദൂതന്മാരാണ് ദൈവജനത്തിന്റെ എതിരാളികൾ, അല്ലെങ്കിൽ നമുക്ക് പോരാട്ടമുള്ളത് അവരോടാണ്. സാധാരണക്കാരനല്ല, അവൻ വളരെ തന്ത്രശാലിയായകയാൽ തന്ത്രപരമായി ഈ യുദ്ധത്തിൽ നമ്മെ തകർക്കുവാൻ, തോൽപ്പിക്കുവാൻ അവന്റെ എല്ലാ തന്ത്രങ്ങളും പയറ്റുമെന്നും ശത്രുവിന്റെ തന്ത്രങ്ങളെ നാം അറിയണം. പൗലോസ് പറഞ്ഞതുപോലെ ശത്രുവിന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. അതുകൊണ്ട് ആ തന്ത്രങ്ങൾ നാം അറിയണം. ആ തന്ത്രങ്ങളാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത്. പിശാചിന്റെ യുദ്ധതന്ത്രങ്ങൾ, അവൻ നമുക്കെതിരെ പ്രയോഗിക്കുന്ന ആയുധങ്ങൾ ഏതൊക്കെയാണ് എന്ന് ഒരു വിവരണം നൽകി. അതെല്ലാം പൂർണ്ണമായും എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടില്ല, എങ്കിലും പ്രധാനപ്പെട്ട ശത്രുവിന്റെ യുദ്ധായുധങ്ങൾ എന്തൊക്കെയാണ് എന്ന് കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചു. ഈ വീഡിയോകളെല്ലാം എല്ലാ പ്രിയപ്പെട്ടവരും കാണണം. ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ വീഡിയോ കാണണം. ഇന്നാദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ, ഈ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റുകളായി രേഖപ്പെടുത്തണം. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ കാണിച്ച എല്ലാ സഹകരണത്തിനും നന്ദി പറയുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് നാം സംസാരിക്കാൻ പോകുന്നത് ആത്മീക പോരാട്ടത്തിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സർവായുധ വർഗത്തെക്കുറിച്ചാണ്. ആ സർവായുധ വർഗം നാം ധരിക്കണം. എന്തുകൊണ്ടാണ് നാം സർവായുധ വർഗം ധരിക്കേണ്ടത്? എന്താണ് ഈ സർവായുധ വർഗത്തിന്റെ പ്രത്യേകത? എങ്ങനെയാണ് നാം ഈ സർവായുധ വർഗം ധരിക്കേണ്ടത്? ഇത്യാദി വിഷയങ്ങളായിരിക്കും നാം ഇന്ന് സംസാരിക്കുന്നത്. ദൈവത്തിന്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നാം ഇവിടെ വായിച്ചത് 2 വാക്യങ്ങളിലൂടെ. ആദ്യത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിപ്പീൻ. രണ്ടാമത്തെ വാക്യത്തിൽ 13-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിച്ചു,
അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിപ്പീൻ. ഇന്ന് ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നാം ആത്മീക പോരാട്ടത്തിലാണ്. ആത്മീക യുദ്ധക്കളത്തിലെ പടയാളികളാണ് നാം. നമുക്ക് പോരാട്ടമുള്ളത് മനുഷ്യരോടല്ല, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, പിശാചിനോടാണ്. ആത്മമണ്ഡലത്തിലെ പൈശാചിക വൃന്ദത്തോടാണ്. നമുക്ക് വിരോധമായി അവർ പോരാടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവം നമുക്ക് അവിടുത്തെ അത്യന്ത ശക്തി വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ആ ശക്തി പ്രാപിക്കുന്ന ദൈവജനത്തിന് യുദ്ധത്തിൽ പോരാടുവാൻ കഴിയും. തന്നെയുമല്ല, കർത്താവ് നമ്മോട് പറഞ്ഞത്, ഈ അത്യന്ത ശക്തി പ്രാപിച്ച ദൈവജനം ദൈവം നമുക്ക് സുരക്ഷയ്ക്കായി നൽകിയിരിക്കുന്ന, പ്രതിരോധത്തിനായി നൽകിയിരിക്കുന്ന, പോരാടുവാൻ നൽകിയിരിക്കുന്ന ഈ ആത്മീക ആയുധങ്ങൾ, സർവായുധ വർഗം നാം ധരിച്ചാൽ ഒരു ശത്രുവിനും നമ്മെ തകർക്കുവാനോ നമ്മെ തോൽപ്പിക്കുവാനോ നമ്മുടെ അടുത്ത് വരുവാനോ കഴിയില്ല എന്ന വലിയ യാഥാർത്ഥ്യം ഞാൻ എൻ്റെ ഈ വചന ശുശ്രൂഷയുടെ ആരംഭത്തിൽ നിങ്ങളെ അറിയിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ആദ്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ സർവായുധ വർഗം നാം ധരിക്കണം എന്ന് പറയുമ്പോൾ, പൗലോസ് അപ്പോസ്തലൻ നമ്മോട് എഫേസ് ലേഖനത്തിലൂടെ പറയുമ്പോൾ നാം അറിയേണ്ട ഒരു കാര്യം, ഇത് പൗലോസിന്റെ ആഗ്രഹം മാത്രമല്ല, ദൈവത്തിൻ്റെ കൽപ്പനയാണ്. കാരണം ഈ തിരുവെഴുത്ത് നമുക്ക് എഴുതി ലഭിച്ചിരിക്കുന്നത് ദൈവജനത്തിലൂടെ, ദൈവദാസന്മാരിലൂടെ ഇത് എഴുതപ്പെട്ടുവെങ്കിലും അവരെ കൊണ്ട് ഈ തിരുവെഴുത്ത് എഴുതിപ്പിച്ചത് പരിശുദ്ധാത്മാവാണ്. തിരുവെഴുത്ത് പറയുന്നത് പോലെ മനുഷ്യർ ദൈവാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതാണ്. ദൈവം നിശ്വസിച്ചതാണ് ദൈവത്തിൻ്റെ വചനം. അങ്ങനെയെങ്കിൽ ഈ തിരുവെഴുത്തുകൾ പൗലോസിന്റെ വാക്കുകളല്ല. പത്രോസ് എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് ഇത് പത്രോസിന്റെയാണ് എന്ന് കരുതി വില കുറയ്ക്കാനോ കൂട്ടാനോ നമുക്ക് കഴിയില്ല. ആരെഴുതി എന്നത് പ്രസക്തമല്ല. ദൈവത്തിന്റെ വചനം ദൈവാത്മ നിയോഗത്തോടെ എഴുതപ്പെട്ടിരിക്കുന്ന ഈ തിരുവെഴുത്ത് ദൈവത്തിന്റെ കൽപ്പനയാണ്, ദൈവത്തിന്റെ ആജ്ഞയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പൗലോസിലൂടെ ദൈവമാണ് നമ്മോട് സംസാരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ വചനം വളരെ ഗൗരവത്തോടെ നമ്മൾ കാണണം. ദൈവമാണ് നമ്മോട് കൽപ്പിക്കുകയാണ്, നിങ്ങൾ എൻ്റെ സർവായുധ വർഗം ധരിപ്പീൻ. അതുകൊണ്ട് എനിക്ക് ആദ്യത്തെ ദൂതായിട്ട് പറയാനുള്ളത്, സർവായുധ വർഗം ധരിക്കുക എന്ന് പറയുന്നത് കർത്താവിൻ്റെ കൽപ്പനയാണ്, ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ദൈവവചനത്തിലൂടെ ദൈവം നമ്മോട് കൽപ്പിച്ചിരിക്കുന്ന കാര്യമാണ് സർവായുധ വർഗം ധരിക്കുക എന്ന് പറയുന്നത്. എഫേസ് ലേഖനത്തിൽ മാത്രമല്ല, അനേക വേദഭാഗങ്ങളിൽ ആയുധങ്ങൾ ധരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കേവലം മാനുഷികമായിട്ടുള്ള, ഭൗതികമായിട്ടുള്ള ആയുധങ്ങളല്ല എന്ന സത്യം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് വിശദമായി പറയും. വചനത്തിൽ അനേക സ്ഥലങ്ങളിൽ നാം ആത്മീക ആയുധങ്ങൾ ധരിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. റോമാലേഖനം 13-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ, രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു, അതുകൊണ്ട് നാം ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ചു കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. പ്രൈസ് ദി ലോർഡ്. അവിടെ പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ആലോചന ശ്രദ്ധിച്ചോ? രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു, അതുകൊണ്ട് നാം ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ചു കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. ഏതാ ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ? നമ്മിലൂടെ വെളിപ്പെടുന്ന തിന്മയുടെ പ്രവൃത്തിയാണ്, ജഡത്തിൻ്റെ പ്രവൃത്തിയാണ്, പൈശാചികമായ പ്രവൃത്തിയാണ്. അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയല്ല, ഇരുട്ടിൻ്റെ പ്രവൃത്തിയാണ്. വചനം പറയുകയാണ്, ഇത്തരത്തിലുള്ള നമ്മിലുള്ള തിന്മയുടെ പ്രവൃത്തികളെ, പൈശാചിക പ്രേരണയാൽ ചെയ്യുന്ന പ്രവൃത്തികളെ, ജഡത്തിൻ്റെ പ്രവൃത്തികളെ വെച്ചു കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. വെളിച്ചത്തിൻ്റെ ആയുധവർഗം എന്ന് അവിടെ പറയാൻ കാരണം, ഇത് ദൈവം നമുക്ക് നൽകിയ ആയുധവർഗമാണ്. ദൈവം വെളിച്ചമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു,
നാം ഇരുട്ടിന്റെ പ്രവൃത്തികളല്ല നമ്മിലൂടെ വെളിപ്പെടേണ്ടത്. നാം സ്വീകരിക്കേണ്ട ആയുധവർഗം എന്ന് പറയുന്നത് അത് വെളിച്ചത്തിന്റെ ആയുധവർഗമാണ്. വളരെ ശക്തമായി വചനം പറയുകയാണ്, വെളിച്ചത്തിന്റെ ആയുധവർഗം നാം ധരിച്ചുകൊള്ളുക. തെസ്സലോനിക്ക ലേഖനം 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം, നാമോ പകലിനുള്ളവരാകിയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. അവിടെ ധരിക്കാൻ പറഞ്ഞിരിക്കുന്നത് അല്ലെ, വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് നാം സുബോധമായിരിക്കാം. തുടർന്ന് അങ്ങോട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കവചങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുമ്പോൾ നമുക്ക് ഈ രക്ഷയുടെ ശിരസ്ത്രത്തെക്കുറിച്ച് പഠിക്കാനുണ്ട്, പ്രത്യാശയുടെ കവചത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. പ്രിയപ്പെട്ടവരെ, വചനം പറയുന്ന വ്യക്തമായ സത്യം, ഞാനും നിങ്ങളും ഈ ദിവസങ്ങളിൽ ആത്മിക ആയുധങ്ങൾ ധരിക്കണം. ഇത് വചനത്തിലൂടെ ദൈവം നമ്മോട് കൽപ്പിച്ചിരിക്കുന്നതാ. താല്പര്യമുണ്ടെങ്കിൽ ധരിക്കാമെന്നുള്ളതല്ല, സമയമുണ്ടെങ്കിൽ ആത്മീയായുധങ്ങൾ ധരിക്കാമെന്നുള്ളതല്ല. വിശ്വാസിയായി ഈ പോർക്കളത്തിൽ ആര് നിൽക്കുന്നുവോ അവരെല്ലാവരും നിശ്ചയമായും ഈ ആത്മീയ ആയുധങ്ങൾ ധരിച്ചേ മതിയാകൂ. കാരണം ഇത് ദൈവത്തിന്റെ കൽപ്പനയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും, നാം എല്ലാവരും യുദ്ധക്കളത്തിൽ പൈശാചിക ശക്തികളോട്, ഇരുളിന്റെ വ്യാപാരത്തോടുള്ള പോരാട്ടത്തിൽ നാം ആയിരിക്കുമ്പോൾ ഞാനും നിങ്ങളും മുറിവേൽക്കാതെ, ഞാനും നിങ്ങളും തകർന്നു പോകാതെ, ഞാനും നിങ്ങളും ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകാതെ, വിശ്വാസത്തിൽ നിന്ന് വീണു പോകാതെ നിലനിൽക്കണമെങ്കിൽ നാം ഈ ദിവസങ്ങളിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സർവായുധവർഗം കവചമായി ധരിക്കേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം എന്താണെന്നറിയാമോ? പിശാച് ആരെ വിഴുങ്ങേണ്ടുവെന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു എന്ന് വചനം പറയുന്നു. 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 8-9 വാക്യം എല്ലാവർക്കും പരിചിതമായ വാക്യം. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആയുധവർഗം ധരിക്കുക. ദൈവം നമ്മോട് കൽപ്പിച്ചിരിക്കുന്ന സർവായുധവർഗം ധരിക്കുക. കാരണം നമ്മുടെ പ്രതിയോഗി ആരെ വിഴുങ്ങേണ്ടുവെന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നാം ഇന്ന് ദൈവത്തിന്റെ വചനം ധ്യാനിക്കുമ്പോൾ ആദ്യത്തെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. എന്തുകൊണ്ട് സർവായുധവർഗം ധരിക്കണമെന്ന ചോദ്യത്തിന്റെ ഉത്തരം ദൈവം നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു, വചനത്തിലൂടെ നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു, സർവായുധവർഗം ധരിക്കണം. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ കൽപ്പനയാണ്. മറ്റേത് കൽപ്പന പോലെയും സർവായുധവർഗം ധരിക്കുക എന്ന കൽപ്പന നാം അനുസരിച്ചിരിക്കണം. എന്തുകൊണ്ടാണെന്നറിയാമോ? പല വിശ്വാസികളും ജീവിതത്തിൽ മുറിവേൽക്കുന്നത്, ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്നത്, ശത്രുവുമായിട്ടുള്ള പോരാട്ടത്തിൽ അവർക്ക് വീഴ്ച വരുന്നത്, അതിന്റെ ഏറ്റവും വലിയ രഹസ്യമെന്ന് പറയുന്നത് അവർക്ക് സംരക്ഷണ കവചമില്ല എന്നുള്ളതാണ്. സർവായുധ വർഗം അവർ ധരിക്കാതെയാണ് ഈ പോരാട്ടത്തിൽ അവർ നിൽക്കുന്നത്. സർവായുധ വർഗം ധരിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, കാര്യങ്ങളൊക്കെ നടന്നു പോകുമെന്ന് ആളുകൾ ചിന്തിക്കുകയാണ്. എത്ര പ്രധാനപ്പെട്ട ഒരു ചിന്തയാണെന്നറിയാമോ സർവായുധവർഗം ധരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തുടർന്ന് അങ്ങോട്ടുള്ള ഈ വചനം എല്ലാവരും ശ്രദ്ധിക്കണം. എല്ലാവരും സർവായുധവർഗം ഏതാണെന്ന് മനസ്സിലാക്കി സർവായുധവർഗം ധരിക്കണം. അങ്ങനെ ധരിച്ചില്ലെങ്കിൽ ശത്രുവിന്റെ പോരാട്ടത്തിൽ നമ്മൾ തകർന്നു പോകും. ഈ യുദ്ധക്കളത്തിൽ നാം വീണുപോകുവാൻ ഇടവരും. അതുകൊണ്ട് ദൈവത്തിന്റെ കൽപ്പനയാണ് നാം എല്ലാവരും സർവായുധവർഗം ധരിക്കണം എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ സർവായുധവർഗം ഏറ്റവും ശക്തിയുള്ളതാണ് എന്ന കാര്യമാണ്. നമുക്ക് വിരോധമായി വരുന്ന ശത്രുവിന്റെ സകല തന്ത്രങ്ങളെയും തകർക്കുവാൻ, പിശാചിന്റെ സകല കോട്ടകളെയും ഇടിക്കുവാൻ കരുത്തുറ്റ ശക്തിയേറിയ ഒരായുധവർഗമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. നമ്മോട് ആയുധവർഗം ധരിക്കണമെന്ന് കൽപ്പിച്ച ദൈവം നൽകിയത് ശക്തിയില്ലാത്ത ഒരായുധവർഗമല്ല. നമുക്ക് വിരോധമായി എത്രയധികം പ്രതിസന്ധി വരട്ടെ, ശത്രു എത്ര പ്രതികൂലങ്ങൾ വരച്ചട്ടെ, അതിനെയെല്ലാം തകർക്കുവാൻ, അതിൻ്റെ എല്ലാം നടുവിൽ സുരക്ഷിതമായി നിൽക്കുവാൻ നമ്മെ സഹായിക്കുന്ന കരുത്തുറ്റ ഒരായുധവർഗമാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത് എന്ന സന്തോഷവാർത്ത, നൽകിയിരിക്കുന്നത് എന്ന അനുഗ്രഹിക്കപ്പെട്ട ചിന്ത ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല,
കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലൻ വളരെ ഉറപ്പോടെ പറയുകയാണ്, തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച സത്യം പറയുകയാണ്. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ അത് ജഡികങ്ങളല്ല. പ്രിയപ്പെട്ടവരെ, മാനുഷികമായ ആയുധങ്ങൾ എടുക്കുന്നവരല്ല നമ്മൾ. അങ്ങനെ ആയുധമെടുത്ത് ആരോടെങ്കിലും പോരാടുന്നവരല്ല. അങ്ങനെ പോരാടാൻ പാടുള്ളതല്ല. ഒരു മനുഷ്യനോടും ഒരു വ്യക്തികളോടും നമുക്ക് പോരാട്ടമില്ല. മാനുഷികമായ ആയുധങ്ങൾ എടുക്കുന്നവനല്ല ഒരു ക്രിസ്തു വിശ്വാസി. ചെയ്യാൻ പാടില്ല. മാനുഷികമായി നമുക്ക് ഒരു ശത്രുവുമില്ല, അല്ലേ? പത്രോസ് ആയുധമെടുത്ത് മഹാപുരോഹിതന്റെ ദാസന്റെ കാതറുത്തു കളഞ്ഞു. കർത്താവിന്റെ മറുപടി, പത്രോസെ, വാൾ ഉറയിലിടുക, വാൾ എടുക്കുന്നവൻ വാളാൽ നശിക്കും. ആ കർത്താവിന്റെ മക്കളാണ് നാം. നമുക്ക് മാനുഷികമായ ആയുധങ്ങളൊന്നുമില്ല. ആ ആയുധങ്ങൾ കൊണ്ട് പോരാടുവാൻ നമുക്കിവിടെ ശത്രുക്കളില്ല. നമുക്കൊരേ ഒരു ശത്രുവേ ഉള്ളൂ, അത് പിശാചാണ്. അവനോട് പോരാടുവാൻ നമുക്ക് മാനുഷിക ആയുധങ്ങൾ പര്യാപ്തമല്ല. അവനോടുള്ള നമ്മുടെ പോരാട്ടത്തിന്റെ ആയുധങ്ങൾ എന്ന് പറയുന്നത് ജഡികങ്ങളല്ല. കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ആയുധങ്ങൾ അവന്റെ കോട്ടകളെ ഇടിപ്പാൻ ശക്തിയുള്ളവയാണ്. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദൈവം നിങ്ങളോട് സർവായുധവർഗം ധരിക്കുവാൻ ആവശ്യപ്പെട്ടപ്പോൾ വില കുറഞ്ഞ കരുത്തില്ലാത്ത എന്തെങ്കിലും ആയുധമല്ല ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അത് ശത്രുവിന്റെ കോട്ടകളെ ഇടിപ്പാൻ ശക്തിയുള്ളതാ. നിന്റെ കുടുംബത്തിന് വിരോധമായി, നിനക്ക് വിരോധമായി, തലമുറകൾക്ക് വിരോധമായി, നന്മയ്ക്കും അനുഗ്രഹത്തിനും വിരോധമായിരിക്കുന്ന പൈശാചിക വ്യാപാര ശക്തികളെ അമർച്ച ചെയ്യുവാൻ, അതിനുമേൽ ജയമെടുക്കുവാൻ, ആ കോട്ടകളെ ഇടിപ്പാൻ ശക്തിയുള്ള ആയുധമാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പൗലോസ് പറയുകയാണ്, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ അത് ജഡീകങ്ങൾ അല്ല. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആയുധങ്ങൾ ഒന്ന് പരിശോധിക്കുക. ആയുധങ്ങൾ എത്രമാത്രം ശക്തമാണ് ശത്രുവിന്റെ കോട്ടകളെ തകർക്കുവാൻ എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ നിങ്ങളോട് പറയാം. ദൈവം നമുക്കൊരു പരിചയ നൽകിയിട്ടുണ്ട്. ആ പരിചയക്ക് പറയുന്ന പേര് വിശ്വാസത്തിന്റെ പരിചയം എന്നാണ്. ഈ സർവായുധ വർഗത്തിലെ ഓരോ ആയുധങ്ങളെക്കുറിച്ചും വിശദമായി പഠിക്കേണ്ടതാണ്. ദൈവം അനുവദിക്കുന്ന പക്ഷം എല്ലാത്തിനെയും കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് ഓരോ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയേണ്ട ഏറ്റവും വലിയ കാര്യം, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആയുധങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വിശ്വാസത്തിന്റെ പരിചയം എന്ന് പറയുന്നത്. ഈ പരിച എത്രമാത്രം നമുക്ക് വേണ്ടി പ്രയോജനപ്പെടുന്നു, അല്ലെങ്കിൽ ഈ യുദ്ധത്തിൽ നമ്മെ എത്രമാത്രം സഹായിക്കുന്നു എന്നുള്ളത് നാം അവിടെ വായിക്കുന്നുണ്ട്. 6-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ ഇങ്ങനെയാ വായിക്കുന്നത്, എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ സകല തീയമ്പുകളെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് നിൽപ്പീൻ. പ്രിയപ്പെട്ടവരെ, ആ പരിചയുടെ പ്രത്യേകത നിങ്ങൾ കേട്ടോ. അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? ദുഷ്ടന്റെ സകല തീയമ്പുകളെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് നിൽപ്പീൻ എന്ന് പറഞ്ഞാൽ, ശത്രുവായ പിശാച് നമുക്കെതിരെ തീയമ്പുകൾ എയ്യുമെന്നാണ് പറയുന്നത്. അവിടെ തീയമ്പുകൾ എയ്യുക എന്നൊക്കെ പറഞ്ഞതിന് പിന്നിൽ ഒരു പശ്ചാത്തലമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പണ്ട് ആ യുദ്ധഭൂമിയിൽ പുരാതന കാലത്ത് യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന ഒരായുധമായിരുന്നു അമ്പും വില്ലും ഉപയോഗിക്കുമ്പോൾ അമ്പിന്റെ അറ്റത്ത് കീലിൽ തുണി മുക്കിയിട്ട് ആ തുണി ചുറ്റി, ആ കീലിൽ മുക്കി ചുറ്റിയ തുണിക്ക് തീ കൊടുത്ത് അത് എയ്തു വിടും. ഏതെങ്കിലും മലയുടെയോ ഏതോ ഉയരത്തിൽ നിന്ന് അടുത്തുള്ള ഗ്രാമത്തിലേക്ക് അത് എയ്തു വിടും. അന്ന് മരം കൊണ്ടുണ്ടാക്കിയ സാധാരണ വീടിന്റെ മേൽപ്പുരയിൽ ഈ അമ്പ് ചെന്ന് തീയുള്ള ഈ അമ്പ് ചെന്ന് വീഴുമ്പോൾ ആ വീട് കത്തുവാനിടയായി തീരും. അടുത്തടുത്തുള്ള വീടുകൾ ഒന്നിന് തീ പിടിച്ചാൽ അടുത്തടുത്തുള്ള വീടുകൾക്കെല്ലാം തീ പിടിക്കും. ഒരു അമ്പും അതിനകത്ത് കുറച്ച് കീലും തേച്ച് ഒരു തീയമ്പ് വിട്ടപ്പോൾ ഇതാ ഒരു ഗ്രാമം മുഴുവനും നശിക്കാൻ. പ്രിയപ്പെട്ടവരെ, ശത്രുവിന്റെ പദ്ധതികൾ മനസ്സിലായോ? ഒരു വ്യക്തിക്ക് നേരെ, ഒരു കുടുംബത്തിന് നേരെ അവന്റെ തീയമ്പുകൾ വരും. ആരുടെ നേരെയാണ് ഈ തീയമ്പുകൾ ഫലമാകുന്നത്? ഇവിടെ പറഞ്ഞിരിക്കുന്നു, അവന്റെ തീയമ്പുകളെ കെടുത്തി കളയുവാൻ വിശ്വാസത്തിന്റെ പരിചയ്ക്ക് ശക്തിയുണ്ട്. അപ്പോൾ ആർക്കെതിരെയാണ് അവൻ ഇത് ഫലപ്രദമായി ഉപയോഗിക്കുന്നത്? വിശ്വാസമില്ലാത്തവരുടെ മേൽ, വിശ്വാസത്തിൽ കുറവുള്ളവരുടെ മേൽ. എന്ത് സംഭവിക്കും? വിശ്വാസത്തിൽ ബലഹീനരായ, വിശ്വാസത്തിൽ കുറവുള്ളവരുടെ മേൽ അവന്റെ തീയമ്പുകൾ വന്നു പതിക്കുമ്പോൾ സംഭവിക്കുന്നത് വലിയ ദുരന്തമുണ്ടാകുകയാണ്, വലിയ പ്രതിസന്ധി ഉണ്ടാകുകയാണ്. ആ ഒരു വ്യക്തിയിൽ തീരുന്നില്ല, ആ ഒരു വ്യക്തിയിൽ തുടങ്ങി അതൊരു വലിയ തീ പോലെ പടർന്നു പിടിച്ച് അനേകരെ പ്രതിസന്ധിയിലാകുകയാണ്. ഇപ്പോഴും
പിശാച് വളരെ ഫലപ്രദമായി പയറ്റുന്ന ഒരു തന്ത്രമാണിത്. എല്ലാവരെയും അവൻ്റെ കയ്യിലാക്കുകയില്ല, എല്ലാവരും അവൻ്റെ കൂടെ നിർത്തുകയില്ല. ആരെങ്കിലും ഒരാളെ, അല്ലെ, എന്തെങ്കിലും വിശ്വാസത്തിൽ കുറവുള്ളയാളെ, ബലഹീനനായ ആളെ, അവിശ്വാസിയായ ആളെ, അല്ലെ, ഒരാളെ പിടിക്കുകയാണ്. ഒരു കുടുംബത്തിൽ ഒരാൾ മതി, അല്ലെ, ഒരു സഭയിൽ ഏതെങ്കിലും ചിലർ മതി. എന്തിനാണെന്നറിയാമോ? അവൻ്റെ കയ്യിൽ തീയമ്പുകളുണ്ട്, അല്ലെ, അവിശ്വാസത്തിന്റെ, അല്ലെ, ഇത്തരം സംശയത്തിന്റെ തീയമ്പുകൾ അയച്ച് ആളുകളുടെ അകത്ത് തീപിടിപ്പിക്കുകയാണ്, അല്ലെ, അവരെ, അല്ലെ, വിശ്വാസത്തിൽ നിന്ന് തകർത്ത് കളയാൻ പരിശ്രമിക്കുകയാണ്. എന്താ സംഭവിക്കുന്നത്? അവരിലൂടെ അനേകരിലേക്ക് ഈ പ്രതിസന്ധി തീ ആളിപ്പടരുന്നത് പോലെ ആളിപ്പടരുകയാണ്. പിശാച് എത്ര തന്ത്രപൂർവ്വമാണ് കരുക്കൾ നീക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? പക്ഷേ അവിടെ പ്രത്യാശയുടെ ദൂത് അവിടെ എഴുതി വെച്ചിരിക്കുന്നു. അവൻ എത്ര തീയമ്പുകൾ ചെയ്താലും വിശ്വാസത്തിന്റെ പരിച സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിശ്വാസിയുടെ നേരെ അവൻ എത്ര തീയമ്പുകൾ ചെയ്താലും ഈ പരിചയിൽ വന്ന് മുട്ടുമ്പോൾ അതെല്ലാം കെട്ടുപോവുകയാണ്. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവ് എനിക്കും നിങ്ങൾക്കും നൽകിയിരിക്കുന്ന ആയുധങ്ങൾ എത്ര ശക്തമാണ്. വിശ്വാസത്തിന്റെ പരിചയം എടുത്തുകൊണ്ട് നിൽക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. വിശ്വാസം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. സാത്താന്റെ ഏറ്റവും വലിയ തന്ത്രം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവന്റെ ഏറ്റവും വലിയ തന്ത്രം എന്ന് പറയുന്നത് വചനം നമ്മുടെ അകത്ത് വസിക്കുവാൻ സമ്മതിക്കുകയില്ല. വീഴുന്ന വചനത്തെ അപ്പോൾ തന്നെ അവൻ എടുത്തു മാറ്റുകയാണ്. വഴിയരികിൽ വിതയ്ക്കുമ്പോൾ വഴിയരികിൽ വീണത് പക്ഷികൾ വന്ന് കൊത്തിക്കൊണ്ടുപോകുന്നു. ശിഷ്യന്മാർ ചോദിച്ചു, ഗുരു, എന്താണ് അതിന്റെ അർത്ഥം? കർത്താവ് ഇങ്ങനെ പറഞ്ഞു, പക്ഷികൾ വന്ന് എടുത്തുകൊണ്ടുപോകുന്നത് സാത്താൻ വന്ന് കൊണ്ടുപോകുന്നതാകുന്നു. പ്രിയപ്പെട്ടവരെ, ഒരുക്കമില്ലാതെ, സമർപ്പണമില്ലാതെ, വിശ്വാസമില്ലാതെ, ഹൃദയശുദ്ധിയില്ലാതെ തിരുവെടുത്ത് കേട്ടാൽ അത് വിശ്വാസമായി പരിണമിക്കില്ല എന്ന് മാത്രമല്ല, ആ നിമിഷം തന്നെ സാത്താൻ ആ വചനത്തെ എടുത്തു കളയുകയാണ്. എന്തിനാ സാത്താൻ ഇങ്ങനെ ചെയ്യുന്നതെന്നറിയാമോ? വിശ്വാസമില്ലാത്തവരാക്കി നമ്മളെ മാറ്റുവാൻ, പ്രത്യാശയില്ലാത്തവരാക്കി മാറ്റുവാൻ, ദൈവത്തിലുള്ള ആഴമേറിയ വിശ്വാസമില്ലാത്തവരാക്കി നമ്മളെ മാറ്റുവാൻ അവന്റെ തീയമ്പുകളാണത്. അവന്റെ തീയമ്പുകളാണ്. ആ തീയമ്പുകൾ അനേകരിൽ വീണുകൊണ്ടിരിക്കുക, അനേകർ ആ തീയമ്പുകളാൽ കത്തിക്കൊണ്ടിരിക്കുക, അനേകരുടെ വിശ്വാസങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ശത്രുവിന്റെ തീയമ്പിന്, അല്ലെ, അകപ്പെട്ട് തകർന്നു പോകുവാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. വിശ്വാസത്തിന്റെ പരിചയ ഉയർത്തി അതിനെ പ്രതിരോധിച്ചാൽ ആ പരിചയിൽ തട്ടി ആ തീയമ്പുകൾ തകരുവാൻ, കെട്ടുപോകുവാനിടയായി തീരും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് വിശ്വാസം വർദ്ധിക്കട്ടെ. പ്രാർത്ഥിക്കുക, ദൈവത്തിൽ ഇരിക്കുക. ശിഷ്യന്മാർ പറഞ്ഞതുപോലെ, കർത്താവേ, ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് നമുക്ക് പറയാം. വചനം കേൾക്കാം. വചന കേൾവി നമ്മുടെ അകത്ത് വിശ്വാസമായി പരിണമിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ വിശ്വാസം നമ്മുടെ അകത്തുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തിരുവെടുത്ത് പറയുന്നു, അവന്റെ തീയമ്പുകളെല്ലാം കെട്ടുപോകും. എന്താ നമ്മുടെ ചിന്ത? ദൈവം നമ്മുടെ അകത്ത് തന്നിരിക്കുന്ന, നമുക്ക് ധരിക്കാൻ പറഞ്ഞിരിക്കുന്ന സർവായുധവർഗം എന്ന് പറയുന്നത് കരുത്തുള്ളതാണ്, ശക്തിയുള്ളതാണ്. ശത്രുവിന്റെ സകല പദ്ധതികളെയും പൊളിക്കുന്നതാണ്. വിശ്വാസത്തിന്റെ പരിച എത്ര ശക്തമായി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നാം അറിയേണ്ട ഏറ്റവും വലിയ കാര്യം, ദൈവം നമ്മോട് ധരിക്കാൻ പറഞ്ഞിരിക്കുന്ന ഈ സർവായുധവർഗം നിങ്ങൾ നിശ്ചയമായും ധരിക്കണം. കാരണം അത് ധരിച്ചില്ലെങ്കിൽ നിങ്ങൾ അപകടത്തിലാകുകയാണ്. ഇത് ധരിച്ചാൽ നിശ്ചയമായും ശത്രുവിന്റെ എല്ലാ പദ്ധതികളെയും പൊളിക്കുവാൻ നിങ്ങൾക്ക് കഴിയും, തകർക്കുവാൻ നിങ്ങൾക്ക് കഴിയും, നിങ്ങൾക്ക് ജയത്തോടെ നിൽക്കുവാൻ കഴിയും. അപ്പൊ നാം ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സർവായുധവർഗം എന്ന് പറയുന്നത് വളരെ ശക്തമാണ്. ഒരുപാട് കാര്യം, എല്ലാ സർവായുധവർഗവും ഒന്നിനൊന്ന് മെച്ചമാണ്. അതെല്ലാം ശത്രുവിന്റെ പദ്ധതികളെ, പല പദ്ധതികളെ പൊളിക്കുന്നതാണ്. ദൈവം അനുവദിച്ചാൽ അത് ഓരോന്നായി പിന്നീട് നമുക്ക് പഠിക്കാം. രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചു. ഒന്ന്, സർവായുധവർഗം നാം എന്തിനു ധരിക്കണമെന്ന് ചോദിച്ചാൽ അത് ദൈവം നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു. സർവായുധവർഗം ധരിക്കണം. ദൈവത്തിന്റെ കൽപ്പനയാണ്, ഒഴിഞ്ഞിരിക്കാൻ പറ്റില്ല, നാം എല്ലാവരും ധരിക്കണം. രണ്ടാമത്തെ കാര്യം, നാം സർവായുധവർഗം ധരിക്കുമ്പോൾ അറിയേണ്ട ഒരു കാര്യം, ഇത് വളരെ ശക്തമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത് ധരിക്കേണ്ടത്. ശത്രുവിന്റെ പദ്ധതികളെ പൊളിക്കാൻ ഇത് പര്യാപ്തമാണ്. നാം വിശ്വാസത്തിന്റെ പരിചയത്തെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വിരോധമായി എത്ര വലിയ പ്രതിസന്ധികൾ ശത്രു കൊണ്ടുവന്നാലും, എത്ര തീയമ്പുകൾ നിങ്ങൾക്ക് വിരോധമായി അയച്ചാലും, ദൈവത്തിന്റെ സർവായുധവർഗം നിങ്ങൾക്കുണ്ടെങ്കിൽ, വിശ്വാസത്തിന്റെ പരിചയം നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ, അതിനെല്ലാം പരാജയപ്പെടുത്തുവാൻ നിങ്ങൾക്ക് കഴിയും. ഇതൊരു വലിയ സത്യമാണ്. ഈ സത്യം മനസ്സിലാക്കി ഈ വിശ്വാസത്തിന്റെ പരിചയം എടുക്കുവാൻ, സർവായുധവർഗം എടുക്കുവാൻ, അല്ലെ, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് കൃപ നൽകട്ടെ. പ്രൈസ് ലോർഡ്. അടുത്തതായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സർവായുധവർഗം നാം ധരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നതാണ്. മൂന്നാമത്തെ വിഷയമാണ്. രണ്ട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. കർത്താവിൻ്റെ കൽപ്പനയാണ് സർവായുധവർഗം ധരിക്കുക. രണ്ടാമത്തെ കാര്യം, സർവായുധവർഗം ധരിക്കുക എന്ന് പറയുമ്പോൾ ശക്തമായ ആയുധങ്ങളാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. പിശാചിന്റെ എല്ലാ പദ്ധതികളെ പൊളിക്കാനുള്ള ശക്തി ഇതിനുണ്ട്. അതുകൊണ്ട് നമ്മളിത് ഉറപ്പായിട്ടും ധരിച്ചിരിക്കണം. മൂന്നാമത്തെ കാര്യം, നാം ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ സർവായുധവർഗം നാം ധരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന കാര്യമാണ്.
അത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അത് നമ്മൾ വായിച്ച കുറിവാക്യത്തിലാണ് ആ രണ്ട് കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം 6-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കേണ്ടതിനാണ് നാം സർവായുധവർഗം ധരിക്കുന്നത്. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തന്ത്രങ്ങളെക്കുറിച്ച് നാം സംസാരിച്ചു. എന്നാൽ ആ തന്ത്രങ്ങളോട് എതിർക്കണം. അതിനെ എതിർത്ത് നിൽക്കുവാൻ സർവായുധവർഗം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. അപ്പം അവിടെ പ്രയോഗിച്ചിരിക്കുന്ന പദം എതിർത്തു നിൽക്കുക എന്ന പദമാണ്. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അവന്റെ തന്ത്രങ്ങളുമായി നമ്മുടെ അടുക്കൽ വരുമ്പോൾ നാം അതിനു മുമ്പിൽ എതിർത്ത് നിൽക്കണം. നമുക്കറിയാം, സർവായുധവർഗത്തിൽ ആദ്യം പറയുന്നത് സത്യത്തിന്റെ ബെൽറ്റിനെ കുറിച്ചാണ്. അരയ്ക്ക് കെട്ടുവാനുള്ള ബെൽറ്റ്. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും. അതിൻ്റെ അർത്ഥം അസത്യത്തിന്റെ ഫോഷ്കിന്റെ അപ്പനാണ് പിശാച് എന്ന് പറയുന്നത്. നാം ചിന്തിച്ചു, അവന്റെ തന്ത്രങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവന്റെ ആദ്യത്തെ തന്ത്രം ഫോഷ്ക് പറയുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ പിശാച് നമ്മുടെ അടുക്കൽ ഫോഷ്കുമായി വരുമ്പോൾ നമ്മെ ഉറപ്പിച്ചു നിർത്തുന്നത് ഈ സത്യത്തിന്റെ ബെൽറ്റാണ്. എന്താണ് ഈ സത്യം? ദൈവവചനമാണ് ആ സത്യം. പ്രൈസ് ദി ലോർഡ്. വചനം പറയുന്നതാണ് സത്യം. പിശാച് നമ്മുടെ അടുക്കൽ ഫോഷ്കു പറയുമ്പോൾ നാം സത്യവചനം പറയുന്നു. യേശുവിന്റെ അടുക്കൽ പരീക്ഷയുമായി വന്നപ്പോൾ പരീക്ഷകന്റെ പരീക്ഷയെ മുഴുവൻ നമ്മുടെ കർത്താവ് ജയിച്ചത് ദൈവവചനം ഉപയോഗിച്ചാണ്. സർവായുധവർഗത്തിലെ ഒരു പ്രധാനപ്പെട്ട ആയുധം ദൈവവചനമെന്ന ആത്മാവിന്റെ വാളാണ്. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ഉറച്ചു നിൽക്കണം. ഉറച്ചു നിൽക്കണമെങ്കിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തണം. ഉറപ്പിച്ചു നിർത്തുന്നത് സത്യമാണ്. അരയ്ക്ക് സത്യം കെട്ടണം, അല്ലേ? അങ്ങനെ ഉറപ്പോടെ നിൽക്കണമെങ്കിൽ നാം സത്യം അറിയണം. എന്താണ് സത്യം? നിങ്ങൾ സത്യം അറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. സത്യം എന്നതിന് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം എന്ന് പറയുന്നത് അലേത്തയ എന്ന് പറയുന്ന പദമാണ്. അതിൻ്റെ അർത്ഥം എന്തിലാണോ യാഥാർത്ഥ്യമുള്ളത് അതാണ് സത്യം. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് സത്യവും മിഥ്യയും കൂടിക്കലർന്ന് കിടക്കുന്നു. ലോകത്ത് അനേക കാര്യങ്ങൾ യാഥാർത്ഥ്യമെന്ന് നമുക്ക് തോന്നും. പക്ഷേ അതിനോട് അടുത്ത് ചെല്ലുമ്പോൾ പലതും മിഥ്യയാണ്. പക്ഷേ നിങ്ങൾ ദൈവവചനത്തിലേക്ക് തിരിയുമ്പോൾ നിങ്ങൾ യാഥാർത്ഥ്യത്തിൻ്റെ അടുക്കിലേക്കാണ് വരുന്നത്. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും. അതിൻ്റെ അർത്ഥം യേശുവിൻ്റെ അടുക്കിലേക്ക് തിരിയുമ്പോൾ നിങ്ങൾ യാഥാർത്ഥ്യത്തിൻ്റെ അടുക്കിലേക്കാണ് തിരിയുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, പിശാച് നുണകളുമായിട്ട് വരുമ്പോൾ നമുക്ക് ദൈവവചനത്തിൻ്റെ സത്യമുണ്ട്. ഈ ലോകത്തെ ഏത് കാര്യത്തെക്കുറിച്ചും അനേക കാര്യങ്ങൾ ലോകത്ത് പ്രചരിക്കുന്നുണ്ട്. മനുഷ്യനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ആളുകൾ പറയുന്നുണ്ട്. പക്ഷേ മനുഷ്യനെക്കുറിച്ച് ഏറ്റവും കൃത്യമായി യാഥാർത്ഥ്യം പറയുന്നത് ദൈവവചനമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ, അനേക തത്വചിന്തകൾ പറയുന്നുണ്ട്. പക്ഷേ ഈ ലോകം ശരിക്കെന്താണെന്ന് യാഥാർത്ഥ്യം പറയുന്നത് ദൈവവചനം മാത്രമാണ്. വചനം പഠിക്കുന്ന ഒരു ദൈവവേദന അറിയാം, തിരുവെഴുത്ത് പറയുന്നതാണ് സത്യം. നിത്യതയെക്കുറിച്ച് അനേക സിദ്ധാന്തങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ആളുകൾ പറയുന്നുണ്ട്. പക്ഷേ വചനം വിശ്വസിക്കുന്ന ഒരു ക്രിസ്തീയ വിശ്വാസി എന്ന നിലയിൽ ഞാൻ പറയുന്നു, ഞാൻ വിശ്വസിക്കുന്നത് വേദപുസ്തകം പറയുന്നതാണ്. കാരണം വേദപുസ്തകം സത്യമാണ്. വചനം പറയുന്നത് അവിടുത്തെ വചനം സത്യമാണ്. അങ്ങനെയെങ്കിൽ പിശാചിന്റെ നുണകളുടെ നടുവിൽ സത്യമാണ് നമ്മെ ഉറപ്പിച്ചു നിർത്തുന്നത്. ദൈവത്തെക്കുറിച്ചുള്ള സത്യം തിരുവെഴുത്ത് പറയുന്നതാണ്. മനുഷ്യനെക്കുറിച്ചുള്ള സത്യം തിരുവെഴുത്ത് പറയുന്നതാണ്. നിത്യതയെക്കുറിച്ചുള്ള സത്യം തിരുവെഴുത്ത് പറയുന്നതാണ്. ഈ ലോകത്തിലെ ഏത് കാര്യത്തെക്കുറിച്ചും തിരുവെഴുത്ത് പറയുന്നത് സത്യമാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നുണകളുമായി പിശാച് നമ്മുടെ അടുക്കൽ വരുമ്പോൾ ആ നുണകളുടെ നടുവിൽ നാം അതിനെ ജയിക്കുന്നത് സത്യവചനത്തിലൂടെയാണ്. സത്യം നമ്മുടെ അരയ്ക്ക് കെട്ടുന്നതിലൂടെയാണ്. അപ്പം അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് നാം ഉറച്ചു നിൽക്കണം. സത്യം പറഞ്ഞ് നാം ഉറച്ചു നിൽക്കണം. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യുമെന്ന് കർത്താവ് പറഞ്ഞു. അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ ഹൃദയംഗമായ ആഗ്രഹം
ദൈവജനം പിശാചിന്റെ നുണകൾ കേട്ട് പതറിപ്പോകുവാനല്ല, അവർ ഉറച്ചു നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. അവൻ അനീതി കൊണ്ടുവരും. അനീതി കൊണ്ടുവരുമ്പോൾ സാത്താൻ തന്നെ അവൻ അനീതിയാണ്, അവൻ നീതിയില്ല, അവൻ്റെ ജീവിതത്തിൽ നീതിയില്ല, അവൻ്റെ പ്രവർത്തികളിൽ നീതിയില്ല. അവൻ ജയിക്കാൻ വേണ്ടി തിന്മയും കാണിക്കുന്നവനാണ്. നീതിയൊന്നും സാത്താൻ്റെ യുദ്ധതന്ത്രത്തിലില്ല. പ്രൈസ് ദി ലോർഡ്. അവൻ അനീതിയുമായിട്ട് വരുമ്പോൾ ഒരു ദൈവപൈതലിന് ഉറച്ചു നിൽക്കുന്നത് ദൈവത്തിൻ്റെ നീതി കൊണ്ടാണ്. തിരുവെഴുത്ത് പറയുന്നു, നീതിയുടെ കവചം നമുക്കുണ്ടായിരിക്കണം. എന്താ നീതി? ക്രിസ്തുവാണ് നമ്മുടെ നീതി. ദൈവമാണ് നമ്മുടെ നീതി. നമുക്ക് സ്വയനീതിയില്ല. സാത്താന് മുമ്പിൽ നാം ജയിക്കുന്നത് ദൈവത്തിൻ്റെ നീതി കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ഓരോ സർവായുധ വർഗത്തെക്കുറിച്ച് വിശദമായി പിന്നീട് പറയുന്നത് ഉള്ളത് കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. സ്തോത്രം. ഞാൻ നേരത്തെ പറഞ്ഞു, അവൻ അവിശ്വാസത്തിൻ്റെ തീയമ്പുകളുമായി നമ്മുടെ നേരെ വരുമ്പോൾ നാം വിശ്വാസത്തിൻ്റെ പരിച കൊണ്ട് ഉറച്ചു നിൽക്കുകയാണ്. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, സഹോദരങ്ങളെ, ശത്രുവിന് മുമ്പിൽ നാം ഉറച്ചു നിൽക്കണം. അതിനുവേണ്ടിയാണ് ഈ സർവായുധ വർഗം നൽകിയിരിക്കുന്നത്. പരാജയപ്പെട്ട് ഭയപ്പെട്ട് പിന്മാറിപ്പോകാനല്ല ദൈവം നമുക്ക് സർവായുധ വർഗം നൽകിയിരിക്കുന്നത്. ശത്രുവിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ വേണ്ടിയാണ് ദൈവം നമുക്ക് സർവായുധ വർഗം നൽകിയിരിക്കുന്നത്. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അപ്പോൾ ദൈവം നമ്മൾക്ക് ഈ സർവായുധ വർഗം നൽകിയിരിക്കുന്നത് അവൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാനാണ്. നിൽക്കുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായ കാര്യം. അവൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുക. അവൻ്റെ തന്ത്രങ്ങളോട് എതിർക്കുവാൻ ദൈവം നമുക്ക് സർവായുധ വർഗം നൽകിയിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം അവിടെ എഴുതിയിരിക്കുന്നത് എതിർത്ത് നിൽക്കുക. ദൈവം നമുക്ക് സർവായുധ വർഗം നൽകിയിരിക്കുന്നത് നിൽക്കുവാൻ വേണ്ടിയാണ്. ശത്രുവിൻ്റെ മുമ്പിൽ എവിടെയാണ് നിൽക്കേണ്ടത്? ഒന്നാമത്തെ കാര്യം അവൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുക. രണ്ടാമത്തെ കാര്യം 13-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ദുർദിവസത്തിൽ നാം എതിർത്ത് നിൽക്കണം, സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കണം. ആ വാക്യം വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം സാത്താന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കണമെന്ന് മാത്രമല്ല, ദുർദിവസത്തിൽ നാം എതിർത്ത് നിൽക്കണം. എന്താണ് ഈ ദുർദിവസം എന്ന് പറഞ്ഞാൽ? പിശാച് നമുക്ക് വിരോധമായി അതിശക്തമായി പ്രവർത്തിക്കുന്ന ചില സമയങ്ങൾ ഉണ്ടാകാറുണ്ട്. നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ അങ്ങനെ ഉണ്ടായേക്കാം. ഒന്നിനു പുറകെ ഒന്നായി പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, അല്ലേ, തിരമാലകൾ അടിച്ചു വരുന്നത് പോലെ തുടരെയുള്ള ചില പ്രതിസന്ധികൾ അതൊരുക്കിക്കൊണ്ട് പിശാചു വരുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ദുർദിവസങ്ങൾ. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശുവിൻ്റെ അടുക്കൽ പിശാചിൻ്റെ പരീക്ഷ, 3 പ്രധാനപ്പെട്ട പരീക്ഷ: ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. സാത്താൻ ഇറങ്ങി വരികയാണ്, യേശുവിനെ പരീക്ഷിക്കുകയാണ്. പക്ഷേ തിരുവെഴുത്ത് പറയുന്നത്, അവൻ്റെ സകല പരീക്ഷയും തികച്ച് ലജ്ജിച്ച് പരാജയപ്പെട്ട് പിശാച് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, പിശാച് പ്രവർത്തിക്കുന്ന അത്തരം മോശകരമായ സാഹചര്യങ്ങളിൽ എതിർത്ത് നിൽക്കുവാനാണ് ദൈവം നമുക്ക് സർവായുധ വർഗം നൽകിയിരിക്കുന്നത്. പക്ഷേ പത്രോസിൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു വലിയ മോശപ്പെട്ട ദിവസമുണ്ടായി, സമയമുണ്ടായി. അത് യേശുവിനെ തള്ളിപ്പറഞ്ഞ ആ സമയമാണ്. ആ സമയം പത്രോസിന് ജയിക്കാൻ കഴിഞ്ഞില്ല. അരുമനാഥനെ, ആത്മനാഥനെ അവൻ തള്ളിപ്പറയാനിടയായി, പ്രാകുവാനിടയായി. പ്രിയപ്പെട്ടവരെ, ദുർദിവസത്തിൽ എതിർക്കുവാനും സകലവും സമാപിച്ച ശേഷം ഉറച്ചു നിൽക്കാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം നാം ധരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പത്രോസ് എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നുള്ളത് നാം എല്ലാം പഠിക്കേണ്ട വിഷയമാണ്. അവന് ഒത്തിരി പരാജയങ്ങൾ പറ്റിപ്പോയി. എന്തുകൊണ്ട് പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു? എന്താണ് പത്രോസിന് സംഭവിച്ചത്? ഈ വിഷയത്തെക്കുറിച്ചും ഞാൻ ഒരു സന്ദേശം ചാനലിൽ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണുവാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദുർദിവസങ്ങളൊക്കെ വരാം, പ്രശ്നങ്ങൾ വരാം. ഞാനിത് പറയുമ്പോൾ ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം മോശപ്പെട്ട ദിവസം എന്നുള്ള ചിന്തയൊന്നും പുതിയ നിയമം പഠിപ്പിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് പിശാച് പ്രവർത്തിക്കുന്ന ചില സമയങ്ങളെക്കുറിച്ചാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ വരുന്ന ചില സമയങ്ങൾ കാണും. അത്
ചൊവ്വാഴ്ചയെന്നോ വെള്ളിയാഴ്ചയെന്നൊന്നുമില്ല. നമുക്കറിയില്ല എപ്പോഴാണത് സംഭവിക്കുക എന്നുള്ളത്. അത് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ദൈവം അനുവദിക്കാതെ ഒരു പരീക്ഷയും നമ്മുടെ ജീവിതത്തിൽ വരുന്നില്ല. ദൈവം അനുവദിക്കുന്നതാണ്. അതെന്തിനാണ് ദൈവം അനുവദിക്കുന്നതെന്ന് ചോദിച്ചാൽ, അത് നാം ഈ യുദ്ധകളത്തിൽ പോരാടുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് ചോദിച്ചാൽ, നിശ്ചയമായും ദൈവത്തിൻ്റെ ഉദ്ദേശം നമ്മെ കരുത്തരാക്കുക എന്നുള്ളതാണ്. നമ്മളെ ചിലത് പഠിപ്പിക്കുക എന്നുള്ളതാണ്. ആത്മീകമായി ശക്തരാക്കുക എന്നുള്ളതാണ്. ജീവിതത്തിലെ കഷ്ടങ്ങളെയും പ്രതിസന്ധികളുടെയും ഒക്കെ ഉദ്ദേശം നമ്മെ ആത്മീകമായ ചില പാഠങ്ങൾ പഠിപ്പിച്ചെടുക്കുക, നമ്മെ കരുത്തുള്ളവരാക്കി മാറ്റുക, വിശ്വാസത്തിൽ ഉറപ്പുള്ളവരാക്കി മാറ്റുക. പ്രൈസ് ദി ലോർഡ്. അവൻ എൻ്റെ കൈകൾക്ക് യുദ്ധാഭ്യാസം വരുത്തുന്നുവെന്ന് ദാവീദ് പറഞ്ഞതുപോലെ നമ്മെ ശക്തരാക്കുന്ന ഒരു ദൈവത്തിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ഈ സർവായുധ വർഗമെല്ലാം നൽകിയിരിക്കുന്നത് നമ്മൾ പോരാടാൻ വേണ്ടിയാണ്. അവിടുത്തെ കൃപയിൽ ആശ്രയിച്ച്, അവിടുന്ന് നൽകുന്ന ശക്തി പ്രാപിച്ച്, അവിടുത്തെ നിർദ്ദേശപ്രകാരം, അല്ലേ, നമ്മുടെ ഏറ്റവും ശ്രേഷ്ഠനായ ഈ യുദ്ധത്തിലെ നായകൻ നമ്മുടെ കർത്താവാണ്. ക്രൂശിൽ പിശാചിന്റെ തല തകർത്ത കർത്താവ് പറയുക, നിങ്ങൾ എൻ്റെ മക്കൾ എൻ്റെ പുറകെ നടക്കണം, എൻ്റെ കാൽച്ചുവടുകളെ പിന്തുടരണം. അവിടുന്ന് ജയിച്ചതുപോലെ നാമും ജയിക്കണം, ശത്രുവിൻ്റെ പദ്ധതികളെ തകർക്കണം. ഇത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. അതുകൊണ്ട് അല്ലേ, പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം. ഇതൊന്നും ദൈവം അറിയാതെ അല്ല വരുന്നത്. പക്ഷേ ഒരു കാര്യം, ദൈവം പറഞ്ഞതുപോലെ നാം അവൻ്റെ ശക്തി പ്രാപിച്ച് നാം സർവായുധവർഗം ധരിച്ചാൽ ഒരു ശത്രുവിനും നമ്മെ കീഴടക്കാൻ പറ്റില്ല എന്നതാണ് എൻ്റെ ദൂത്. അല്ലാതെ പിശാചിൻ്റെ കാര്യം പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കാനോ പോരാട്ടമുണ്ടെന്ന് പറഞ്ഞ് അല്ലേ നിങ്ങളെ ഭയപ്പെടുത്തുവാൻ അല്ല ഈ ദൂതെന്ന് നിങ്ങൾ അറിയണം. നിങ്ങൾ ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചാൽ, നിങ്ങൾ ദൈവത്തിൻ്റെ ശക്തി പ്രാപിച്ചാൽ ഒരു ശത്രുവിനും നിങ്ങളെ തൊടാൻ പറ്റില്ല എന്നാണ് ഞാൻ പറയുന്ന ദൂതെന്ന് പറയുന്നത്. അതാണ് പുതിയ നിയമം നമ്മെ പഠിപ്പിക്കുന്ന ദൂത്. നാം കർത്താവിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചാൽ, നാം സർവായുധവർഗം ധരിച്ചാൽ ദൈവം ഈ യുദ്ധത്തിൽ നമുക്ക് ജയം നൽകുവാനിടയായിത്തീരും. ഇതാ പറഞ്ഞുകൊണ്ട് വന്നത് പത്രോസിന്റെ ജീവിതത്തിൽ അന്ന് വളരെ മോശപ്പെട്ട ദിവസമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ വരാം. നാം ആ സമയം വീണു പോകാതിരിക്കാൻ ഈ ആത്മബലം പ്രാപിക്കണം, സർവായുധവർഗം ധരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇയ്യോബിന്റെ ജീവിതത്തിലും ഇതുപോലെ വളരെ മോശപ്പെട്ട സമയമുണ്ടായി. നമുക്കെല്ലാവർക്കും അറിയാം. ദുർദിവസം, ഒന്നിനു പുറകെ ഒന്നായി പ്രതിസന്ധികൾ അലയടിച്ച ദിവസം, സമ്പത്ത് നഷ്ടമായി, കുടുംബം നഷ്ടമായി, അല്ലെ, കുഞ്ഞുങ്ങൾ നഷ്ടമായി, എല്ലാം തകർന്ന സമയം. പക്ഷേ ഇയ്യോബ് കുലുങ്ങിയില്ല, തകർന്നില്ല. കാരണം ഇയ്യോബിന്റെ വിശ്വാസം അത്രയ്ക്ക് കരുത്തായിരുന്നു. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളും ദൈവവും തമ്മിലുള്ള ബന്ധം, നിങ്ങൾ എപ്രകാരം ഈ ദൈവശക്തിയാൽ നിറയപ്പെട്ടിരിക്കുന്നു, എപ്രകാരം അവിടുത്തെ സർവായുധവർഗം നിങ്ങൾ ധരിച്ചിരിക്കുന്നു, ഈ യുദ്ധത്തിൽ നിങ്ങൾ എത്രമാത്രം ഈ യുദ്ധത്തിന് വേണ്ടി നിങ്ങൾ എത്രമാത്രം സജ്ജമാക്കപ്പെട്ടിരിക്കുന്നു, എത്രമാത്രം നിങ്ങൾ അല്ലെ ഇതിനു വേണ്ടി പോരാടുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ വിജയം നിർണ്ണയിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദുർദിവസത്തിൽ നമ്മൾ എതിർക്കണം. അതാണ് ദൈവത്തിന്റെ ഇഷ്ടം. സകലവും സമാപിക്കുന്നത് വരെ ഉറച്ചു നിൽക്കണം. ഒരു കാര്യം ഞാൻ പറയാം, എല്ലാം സമാപിക്കും. അല്ലെ, യേശുവിനെ കുറിച്ച് ഇങ്ങനെ, യേശുവിന്റെ അടുക്കൽ പരീക്ഷിക്കാൻ വന്ന പിശാചിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്, അവൻ സകല പരീക്ഷയും തീർത്ത ശേഷം അല്പകാലത്തേക്ക് മാറി, അല്ലെ, അവൻ മാറിപ്പോകുന്നത് വരെ ശക്തിയോടെ നിൽക്കുവാൻ തിരിച്ചവൻ വരുമായിരിക്കാം. നിശ്ചയമായിട്ടും അവൻ വരും, പുതിയ തന്ത്രങ്ങളുമായി, പുതിയ പദ്ധതികളുമായിട്ട് വരും. അപ്പോഴേക്കും നാം ദൈവശക്തി പ്രാപിച്ച്, ദൈവകൃപ പ്രാപിച്ച്, ആത്മശക്തിയാൽ കൂടുതൽ നിറയപ്പെട്ട് സർവായുധവർഗം ധരിച്ച് ശക്തരായി ഒരുങ്ങിയിരുന്നാൽ ശത്രുവിന് നമ്മളെ തൊടുവാൻ കഴിയില്ല എന്നതാണ് പ്രധാനപ്പെട്ട ദൂതെന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇനി അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, അതുകൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ഈ സർവായുധവർഗം ധരിക്കുന്നതിന് ഒരു വ്യവസ്ഥ കൂടെയുണ്ട്. ആ വാക്കിൽ തന്നെയുണ്ട് സർവായുധവർഗം ധരിക്കുക എന്ന് പറഞ്ഞാൽ, ഇത് ധരിക്കുമ്പോൾ മുഴുവൻ ആയുധങ്ങളും മുഴുവൻ കവചങ്ങളും ഞാൻ നിങ്ങൾ ധരിക്കണം. ഒന്നോ രണ്ടോ കവചം ധരിക്കാനോ ബാക്കിയുള്ള ഒഴിവാക്കാനോ നമുക്ക് പറ്റില്ല. വചനം പറയുന്നത് മുഴു കവചവും നാം ധരിക്കണം. അതിൻ്റെ കാരണം, ഈ ഓരോ കവചത്തിനും ഓരോ ഡ്യൂട്ടിയാണ്, ഉത്തരവാദിത്വമാണ്, അല്ലെങ്കിൽ അതുകൊണ്ടുള്ള പ്രയോജനം ഓരോ തരത്തിലാണ്. ഓരോ അവയവങ്ങളെ അല്ലെങ്കിൽ ഓരോ മേഖലകളെ സംരക്ഷിക്കുന്നതാണ് ഈ ഓരോ കവചങ്ങളും, ഈ ഓരോ ആയുധങ്ങളും. നമുക്കെല്ലാവർക്കും അറിയാം, അരയ്ക്ക് സത്യത്തിൻ്റെ ബെൽറ്റ് കെട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മെ ഉറപ്പിച്ചു നിർത്തുന്നതാണ്. വചനത്തിൻ്റെ ഉറപ്പാണ് നമുക്കുള്ളത്. അപ്പോൾ ഈ സത്യത്തിൻ്റെ ബെൽറ്റ് നമ്മൾ കെട്ടിയില്ലെങ്കിൽ പിശാച് പറയുന്ന നുണകളുടെ മുമ്പിൽ, പിശാച് പറയുന്ന അസത്യത്തിന് മുമ്പിൽ, ഫോഷ്കിന് മുമ്പിൽ നമ്മുടെ ജീവിതം ആടിപ്പോകുവാൻ, തകർന്നു പോകുവാനിടയായിത്തീരും. അല്ലേ, യേശു പറഞ്ഞതുപോലെ മണ്ണിൽ മേൽ വീട് പണിത ബുദ്ധിയില്ലാത്ത മനുഷ്യനോട് തുല്യമായിട്ട് മാറും. എന്നാൽ പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത മനുഷ്യന്റെ വീട്
എത്ര കൊടുങ്കാറ്റിനെയും വെള്ളപ്പൊക്കത്തെയും അതിജീവിച്ച് നിന്നതുപോലെ പ്രിയപ്പെട്ടവരെ, നാം നിൽക്കണമെങ്കിൽ സർവായുധവർഗം എല്ലാം ധരിക്കണം. ഇതാ സത്യത്തിൻ്റെ അരക്കെട്ട് നമ്മൾ അത് ഉറപ്പായിട്ടും ധരിച്ചിരിക്കണം. അത് ഒഴിവാക്കിയാൽ നമ്മുടെ ജീവിതം തകരും. നീതിയുടെ കവചം നമ്മുടെ നെഞ്ചിനെ, ഹൃദയത്തെ, പ്രധാനപ്പെട്ട ആന്തരിക അവയവങ്ങളെയൊക്കെ സംരക്ഷിക്കുന്നതാണ്. ഹൃദയമാണ് ശത്രുവിൻ്റെ ഏറ്റവും വലിയൊരു നോട്ടമെന്ന് പറയുന്നത്. ഹൃദയം കൈക്കലാക്കുക. കേവലം ഈ ഇടിക്കുന്ന മാംസളമായ ഹൃദയമല്ല, ശരിക്കും അതിനകത്തെ നമ്മുടെ ആളത്വമാണ് ഞാനിവിടെ വിവരിക്കുന്നത്. നമ്മുടെ ഹൃദയം കൈക്കലാക്കുക എന്ന് പറഞ്ഞാൽ ശത്രുവിൻ്റെ ഏറ്റവും വലിയ പദ്ധതിയാണ്. അവൻ അതിനുവേണ്ടി അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൃദയത്തിലാണ് അവൻ്റെ ലക്ഷ്യം. ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നത് പോലെ സാത്താനും ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ അവൻ്റെ ഒരു സ്ഥാനം വേണമെന്ന്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നീ പൂർണ്ണ ജാഗ്രതയോടെ നിന്റെ ഹൃദയം കാത്തുകൊള്ളുക. പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിൽ നിന്നാണ് സകല വിചാരങ്ങളും ഉടലെടുത്തു വരുന്നത്. ഹൃദയം നിറഞ്ഞു കവിയുന്നത് വായ സംസാരിക്കുന്നു. ഹൃദയത്തിനകത്താണ് സകല രഹസ്യങ്ങളും അടങ്ങിയിരിക്കുന്നത്. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ശത്രുവിൻ്റെ വലിയ പദ്ധതി തിരിച്ചറിയുക. നീതിയുടെ കവചം നമ്മൾ ധരിച്ചിരിക്കണം. ആ നീതി എന്ന് പറയുന്നത് സ്വയനീതിയല്ല. സ്വയനീതി കൊണ്ട് ഒരിക്കലും പിശാചിന് മുമ്പിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല, ദൈവത്തിന് മുമ്പിൽ നിൽക്കാൻ പറ്റില്ല. നമ്മൾ പരാജയപ്പെടും. നമുക്ക് വെക്കുവാനുള്ള നീതി ദൈവത്തിന് നീതിയാണ്. തിരുവെഴുത്ത് പറയുന്നു, ക്രിസ്തുവാണ് നമ്മുടെ നീതി, ദൈവമാണ് നമ്മുടെ നീതി. ആ നീതിയാണ് നമുക്ക് പറയാനുള്ളത്. സാത്താന് മുമ്പിൽ അവൻ അനീതിയുമായിട്ട് വരുമ്പോൾ നീതിയുടെ കവചം ധരിക്കണം. അത് ഒഴിവാക്കിയാൽ ജീവിതം തകരും. അതുകൊണ്ട് നിങ്ങൾ അറിയേണ്ട ഏറ്റവും വലിയ യാഥാർത്ഥ്യം, ഒരായുധവർഗവും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. സ്തോത്രം. സമാധാന സുവിശേഷത്തിൻ്റെ ഒരുക്കം കാലിനെ ചെരുപ്പാക്കണം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കാല് കരുത്തുള്ളതായിരിക്കണം. ആ കാല് സംരക്ഷിക്കപ്പെടണം. അതെങ്ങനെയാണ് സംരക്ഷിക്കപ്പെടുന്നത്? സമാധാന സുവിശേഷത്തിൻ്റെ ചെരുപ്പ് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. സുവിശേഷത്തിനായുള്ള ഒരുക്കമാണ് കാലിൻ്റെ ചെരുപ്പ് എന്ന് പറയുന്നത്. അത് സാധാരണ സുവിശേഷമല്ല, സമാധാന സുവിശേഷത്തിൻ്റെ ഒരുക്കം. പ്രിയപ്പെട്ടവരെ, ഷൂസ് എന്ന് പറയുന്നത് കിടക്കാൻ നേരത്ത് മാത്രമാണ് നമ്മൾ അഴിച്ചു വെക്കുന്നത്. ബാക്കി എല്ലാ സമയവും നമ്മുടെ കൂടെ ഉണ്ടാകുന്നതാണ്. സുവിശേഷം പറയാനുള്ള ഒരുക്കം എപ്പോഴും നമ്മുടെ അകത്തുണ്ടായിരിക്കണം. അതും സമാധാനത്തിൻ്റെ സുവിശേഷത്തിൻ്റെ ഒരുക്കമാണ് നമ്മുടെ കാലിൻ്റെ സംരക്ഷണം എന്ന് പറയുന്നത്. നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരമെന്ന് തിരുവെഴുത്ത് പറയുന്നു. പ്രിയപ്പെട്ടവരെ, പിശാച് കലക്കമുണ്ടാക്കുമ്പോൾ അവൻ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന വചനമാണ് അവൻ പറയുന്നത്. പക്ഷേ നമുക്ക് പറയാനുള്ളത് സമാധാന സുവിശേഷത്തിൻ്റെ കാര്യമാണ്. ഇരുപക്ഷത്തുള്ളവരെ ഒന്നാക്കുന്നതാ ഭിന്നിപ്പിന്റെ മാർഗം അവൻ പറയുമ്പോൾ, തമ്മിൽ തല്ലിപ്പിക്കാൻ അവൻ നോക്കുമ്പോൾ, മനുഷ്യ ബന്ധങ്ങളെ അകറ്റാൻ ശ്രമിക്കുമ്പോൾ ഇരുപക്ഷത്തെയും ഒന്നാക്കുന്ന, ദൈവത്തോട് നിരപ്പിക്കുന്ന സമാധാന സുവിശേഷത്തിന്റെ ഒരുക്കം നമ്മുടെ കാലിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അത് ഒഴിവാക്കിയാൽ ആ കാലിൽ ആ ഷൂസ് ഇല്ലെങ്കിൽ ജീവിതത്തിലെ കഠിനമേറിയ പാതകളിലൂടെ നമുക്ക് പോകാൻ പറ്റില്ല. ഒരു പട്ടാളക്കാരൻ അവൻ്റെ ബൂട്ട് എത്രയധികം ആവശ്യമാണോ അവൻ്റെ കാലിനെ അപകടങ്ങളിൽ നിന്ന് പ്രതിസന്ധിയിൽ സംരക്ഷിക്കുമോ, അതുപോലെയാണ് ഈ സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം നമ്മുടെ കാലിനെ സംരക്ഷിക്കുന്നത്. അതൊരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ളത് നിങ്ങൾ അറിയണം. നമ്മൾ വിശ്വാസത്തിൻ്റെ പരിചയത്തെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇനി ആ ഭാഗം വിവരിക്കുന്നില്ല. രക്ഷയുടെ ശിരസ്ത്രം. ഒരു വിശ്വാസിയുടെ നിലനിൽപ്പെന്ന് പറയുന്നത് രക്ഷയുടെ ഉറപ്പിൻ്റെ മേലാണ്, അടിസ്ഥാനത്തിൻ്റെ മേല. രക്ഷിക്കപ്പെട്ടു എന്ന ഉറപ്പാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. ആ രക്ഷയുടെ ഉറപ്പ് നമുക്കില്ലെങ്കിൽ, രക്ഷിക്കപ്പെട്ടു എന്ന ബോധം നമുക്കില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടാൻ തുടങ്ങും. അവിടേക്കാണ് ഈ തീയമ്പുകൾ വരുന്നത്. സ്തോത്രം. ഈ തീയമ്പുകൾ വന്ന് സംശയമുണ്ടാകുമ്പോൾ, രക്ഷയുടെ ആ സന്തോഷം നഷ്ടമാകുമ്പോൾ ജീവിതം തകരാൻ തുടങ്ങുക. നാം വിശുദ്ധ ജീവിതം നയിക്കുന്നത്, കൃപയിൽ നിലനിൽക്കുന്നതൊക്കെ ആ രക്ഷയുടെ ഉറപ്പിലാണ്. നിത്യതയിൽ നമുക്ക് എത്താമെന്നുള്ള ആ വലിയ ഉറപ്പിലാണ്. അതിനെതിരെയാണ് പിശാച് ചോദ്യം ചെയ്യുന്നത്. ആ രക്ഷയെക്കുറിച്ചാണ് അവന് നമ്മളോട് വാദിക്കാനുള്ളത്. പക്ഷേ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നമ്മുടെ ഉറപ്പാണ്. ആ ഉറപ്പ് നമ്മുടെ തലയിൽ ശിരസ്ത്രമായിട്ടുണ്ടായിരിക്കണം. അത് ഒഴിവാക്കിയാൽ നമ്മൾ തകരാൻ തുടങ്ങും എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് ഓൾറെഡി സംസാരിച്ചു. പിശാചിൻ്റെ സകല പദ്ധതികളെയും ഈ വചനം വെച്ച് നമുക്ക് തകർക്കാൻ പറ്റും. ഒരായുധവർഗം പോലും ഒഴിവാക്കാൻ പറ്റില്ല. ഒരെണ്ണം ഒഴിവാക്കിയാൽ ഉണ്ടാകുന്ന ദുരന്തത്തെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വചനം പറയുന്നത് പോലെ ഒരവയവത്തിന് പരിക്ക് പറ്റിയാൽ, കേടുപറ്റിയ, കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ 12:26 പറയുന്നത് പോലെ ഒരവയവം കഷ്ടമനുഭവിക്കുന്നുവെങ്കിൽ അവയവങ്ങളൊക്കെയും കഷ്ടമനുഭവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം അറിയേണ്ടത് ഈ സർവായുധവർഗം മുഴുവനും നമ്മൾ ധരിക്കണം. ഈ സർവായുധവർഗത്തോട് ചേർത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. അത് ആത്മാവിലുള്ള പ്രാർത്ഥനയാണ്. ഈ മുഴുവൻ സർവായുധവർഗവും ധരിച്ച് ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവപൈതലിന് മാത്രമേ ഈ പോർക്കളത്തിൽ ജയിക്കുവാൻ പറ്റുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ആത്മാവിലുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് സ്തോത്രം അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചാണ്.
അല്ലെ, ആത്മാവിൻ്റെ നിയോഗത്തിൽ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചാണ്, സ്ഥിരതയോടെ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചാണ്, ദൈവഹിതം അറിഞ്ഞു പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചാണ്. പ്രിയപ്പെട്ടവരെ, ആത്മാവിലെ പ്രാർത്ഥനയാണ് നമ്മെ ഇതിനെല്ലാം സഹായകമായി ഈ യുദ്ധത്തിൽ ജയിക്കുവാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതിലേത് ആയുധവർഗമാണ് ഒഴിവാക്കാൻ പറ്റുന്നത്? നമുക്കൊന്നും ഒഴിവാക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒരെണ്ണം ഒഴിവാക്കിയാൽ ആ ഭാഗത്ത് മുറിവേൽക്കും, ആ ഭാഗത്ത് തകർച്ച ഉണ്ടാകും, അത് നമ്മെ മുഴുവൻ വീഴ്ത്തിക്കളയും. അതുകൊണ്ട് ഞാൻ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നിങ്ങളോട് സംസാരിച്ചു. ഒന്ന്, എന്തുകൊണ്ട് നാം ഈ ആയുധവർഗം ധരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് കർത്താവിൻ്റെ കൽപ്പനയാണ്. രണ്ടാമത്തെ കാര്യം നാം സംസാരിച്ചത്, ഈ ആയുധവർഗം നമ്മോട് ധരിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഇത് ശക്തിയുള്ളതായതുകൊണ്ടാണ്. പിശാചിൻ്റെ എല്ലാ കോട്ടകളെയും തകർക്കുവാൻ ഇതിന് ശക്തിയുള്ളത് കൊണ്ടാണ്. മൂന്നാമത്തെ കാര്യം, ഈ ആയുധവർഗം നാം ധരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ നിൽക്കുവാൻ വേണ്ടിയാണ്, പിശാചിൻ്റെ സകല തന്ത്രങ്ങളോടും എതിർത്ത് നിൽക്കുവാൻ വേണ്ടിയാണ്. രണ്ടാമത്തെ കാര്യം നാം പറഞ്ഞത് ദുർദിവസത്തിൽ എതിർത്ത് നിൽക്കാൻ വേണ്ടിയാണ്. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സർവായുധവർഗം എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്നും എത്രത്തോളം അത് നമ്മെ ഈ യുദ്ധത്തിൽ സഹായിക്കുന്നുവെന്നും ഈ വചനത്തിലൂടെ നിങ്ങൾക്ക് ബോധ്യമായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ ആത്മീക പോർക്കളത്തിൽ, ഈ ആത്മീക പോരാട്ടത്തിൽ അവിടുത്തെ സർവായുധവർഗം ഞങ്ങൾ ധരിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇന്ന് ഞങ്ങളോട് സംസാരിച്ചല്ലോ. അതങ്ങ് ഞങ്ങളോട് വചനത്തിലൂടെ കൽപ്പിച്ചിരിക്കുന്നതാണ്, സർവായുധവർഗം ധരിക്കണമെന്നുള്ളത്. ആ കൽപ്പന അനുസരിക്കുവാൻ ഇന്ന് വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് കൃപ കൊടുക്കണമേ. കർത്താവേ, ഈ സർവായുധവർഗം വളരെ ശക്തിയേറിയതാണെന്ന് അങ്ങ് ഞങ്ങളോട് സംസാരിച്ചു. ശത്രുവിൻ്റെ സകല കോട്ടകളെയും തകർക്കുവാനുള്ള ശക്തി ഈ സർവായുധവർഗത്തിനുണ്ട് എന്ന് ഞങ്ങളോട് സംസാരിച്ചല്ലോ. ഇത്ര ശക്തിയേറിയ സർവായുധവർഗം ഞങ്ങൾക്ക് നൽകിയതിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, ഈ സർവായുധവർഗം ഞങ്ങൾ ധരിക്കുന്നതിൻ്റെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടെ അങ്ങ് ഞങ്ങളോട് ഇന്ന് ഇടപെട്ടു. അത് പിശാചിൻ്റെ സകല തന്ത്രങ്ങളോടും എതിർത്ത് ഞങ്ങൾ നിൽക്കേണ്ടതിനാണ് ഈ സർവായുധവർഗം ഞങ്ങൾക്ക് നൽകിയതെന്നും, കർത്താവെ, ദുർദിവസത്തിൽ എതിർത്ത് നിൽക്കേണ്ടതിനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കുവാൻ വേണ്ടിയാണ് ഈ സർവായുധവർഗം ഞങ്ങൾക്ക് നൽകിയത് എന്ന് ഞങ്ങളോട് സംസാരിച്ചു. സർവായുധവർഗത്തിൽ ഒന്നുപോലും ഒഴിവാക്കാതെ എല്ലാം ഞങ്ങൾ ധരിച്ച് കർത്താവിൻ്റെ പോർക്കളത്തിൽ ഉത്തമ പടയാളികളായി ഞങ്ങൾ യുദ്ധം ചെയ്യുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകണമേ. ശത്രുവിൻ്റെ മേൽ ഞങ്ങൾക്ക് തരുന്ന ജയത്തിനായിട്ട് സ്തോത്രം. അങ്ങയുടെ വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നത് പോലെ ക്രിസ്തുയേശുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. ശത്രുവിൻ്റെ മുമ്പാകെ മേശ ഒരുക്കുന്ന ഞങ്ങളുടെ ദൈവത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് ജയം തരുന്ന ദൈവത്തിനായിട്ട് സ്തോത്രം. വചനം കേട്ട സകലരെയും കർത്താവ് അനുഗ്രഹിക്കും. അങ്ങയുടെ വചനം അവിടെ ഹൃദയത്തിൽ ക്രിയ ചെയ്യണമേ. അങ്ങയുടെ സർവായുധവർഗം ധരിപ്പാൻ എല്ലാവർക്കും കൃപ ചെയ്യണമേ. ഈ പോർക്കളത്തിൽ പോരാടി വലിയ ജയമെടുപ്പാൻ എല്ലാവരെയും സഹായിക്കണം. യേശുക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇത്രത്തോളം സമയം ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.